പത്തനംതിട്ട നഗരസഭ CPIM ഭരിക്കുന്നത് SDPI പിന്തുണയിലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് പച്ചക്കള്ളം. പത്തനംതിട്ട നഗരസഭ LDF ഭരിക്കുന്നത് സ്വതന്ത്രരുടെ പിന്തുണയോടെയാണ്. ഉപാധ്യക്ഷ ആമിന ഹൈദരലി SDPI അംഗമെന്ന സതീശന്റെ വാദവും തെറ്റാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ SDPI കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു ആമിന ഹൈദരലി SDPI അംഗമെന്ന വ്യാജ പ്രചാരണം സതീശൻ നടത്തിയത്. പത്തനംതിട്ട നഗരസഭയിൽ SDPI പിന്തുണയിൽ CPIM ഭരിക്കുന്നുവെന്നായിരുന്നു വി ഡി സതീശന്റെ ആരോപണം. വസ്തുതകൾക്ക് നിരക്കാത്ത ആരോപണമാണ് സതീശൻ ഉന്നയിച്ചിരിക്കുന്നത്. 13 അംഗങ്ങൾ വീതം LDFും UDFും 3 സ്വതന്ത്രരും 3 SDPI അംഗങ്ങളും ഉൾക്കൊള്ളുന്നതാണ് പത്തനംതിട്ട നഗരസഭ കൗൺസിൽ. ഇതിൽ 3 സ്വതന്ത്രരുടെ പിന്തുണയോടെയാണ് പത്തനംതിട്ടയിൽ LDF ഭരിക്കുന്നത്. ശ്രീ വി ഡി സതീശനും കോൺഗ്രസിനും മറവിരോഗം നന്നായുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 13 കൗൺസിൽ അംഗങ്ങളും 3 കോൺഗ്രസ് റിബലുകളായി മത്സരിച്ച ആമിന ഹൈദരാലി, അജിത് കുമാർ, ഇന്ദിരാമണിയമ്മ ഈ 3 പേരുടെ പിന്തുണയോടുകൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്നത്. വൈസ് ചെയർപേഴ്സൺ ആമിന ഹൈദരാലി SDPI അംഗമാണെന്നാണ് സതീശന്റെ മറ്റൊരു വാദം. ആമിന ഹൈദരാലി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച വ്യക്തിയാണ്. പിന്നീട് UDF സീറ്റ് നിഷേധിച്ചപ്പോൾ സ്വതന്ത്രയായി മത്സരിച്ചു. ആമിന നൽകിയ സത്യപ്രസ്താവനയിലും വ്യക്തമാണ് യാതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയോടെയല്ല അവർ മത്സരിക്കുന്നതെന്ന്. അതായത് പ്രതിപക്ഷ നേതാവ് കള്ളം പറയുന്നു. ഞാൻ ആദ്യം കോൺഗ്രസിലായിരുന്നു, അവര് നമുക്ക് തരാത്തത് മൂലം നമ്മൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. അപ്പൊ നമ്മൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ SDPI എന്ന് പറയുന്നത് അവരുടെ ചിഹ്നം എന്താണ്? ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വൃക്ഷം ചിഹ്നത്തിലാണ് ഞാൻ മത്സരിച്ചത്. നമ്മുടെ നോമിനേഷൻ പത്രിക നോക്കുമ്പോഴും അതറിയാം സ്വതന്ത്രയാണോ SDPI ആണോ. സ്റ്റാൻഡിംഗ് കൗൺസിലിൽ SDPI അംഗങ്ങൾ കയറിക്കൂടിയെന്നും സതീശൻ ആരോപിക്കുന്നു. എന്നാൽ വിഷയം ആഴത്തിൽ പരിശോധിക്കുമ്പോൾ പുറത്തുവരുന്നത് SDPI കോൺഗ്രസ് കൂട്ടുകെട്ടാണ്. ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുന്നതല്ല. ഒരു കൗൺസിലർക്ക് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം എന്നുള്ള നിലയിലാണ് കഴിയുക. 14 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളിൽ 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ ഭൂരിപക്ഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ചു. 14 കൗൺസിൽ അംഗങ്ങളെ 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ വിജയിപ്പിക്കാൻ കഴിയുമെങ്കിൽ 13 കൗൺസിൽ അംഗങ്ങളുള്ള UDFന് ഏറ്റവും കുറഞ്ഞത് 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ലഭിക്കണം. ഇവിടെ UDFന് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി മാത്രമാണുള്ളത്. SDPIയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് SDPIക്ക് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ലഭ്യമായത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.